തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലുണ്ടായ വാഹനാപകടത്തിൽ 6 മലയാളികൾ മരിച്ചു. മരിച്ചവർ ഇടുക്കി തങ്കമണി സ്വദേശികളാണ്. ലെസ്ലി ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ലെസ്ലി, പറയൂ. സ്വരാജ്, വേളാങ്കണ്ണി തീർത്ഥാടന യാത്രയ്ക്ക് പോയി മടങ്ങുന്ന വഴി ആയിരുന്നു തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുമായി ഈ ഇടുക്കി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ട്രാവലർ വാഹനം കൂട്ടിയിടിക്കുകയും ചെയ്തത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ 6 പേർ മരണമടയുകയും ചെയ്തു. 7 പേരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്കമണി സ്വദേശികളായ ഷൈൻ, ബിനു, അജീഷ്, ബേബി, മോൻസി, ജസ്റ്റിൻ എന്നിവരാണ് സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടത്. ഷൈൻ എന്ന മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അമിത വേഗത്തിൽ വന്ന വാഹനത്തിലേക്ക് KSRTC ബസ്സിലേക്ക് ഈ ട്രാവലർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും നല്ല മഴയും മൂടൽമഞ്ഞും ഉള്ള ഘട്ടത്തിലായിരുന്നു ഈ അപകടമുണ്ടായത്. എന്തായാലും 7 പേര് സഞ്ചരിച്ചതിൽ 6 ഇടുക്കി സ്വദേശികളും മരണപ്പെട്ടതായുള്ള വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് പോലീസിലേക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ മൃതശരീരങ്ങൾ തൊട്ടടുത്ത ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സുരരാജ്. ശരി, ലെസ്ലി ജോണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബാർക്കോഴയിൽ കോൺഗ്രസ് നേതാക്കൾ കുടുക്കിയെന്ന നിലപാട് കടുപ്പിച്ച് KM മാണി. പ്രശ്നപരിഹാരത്തിനുള്ള UDF യോഗം മാണി വിഭാഗം ബഹിഷ്കരിച്ചു. നേമത്തെ വോട്ട് ചോർച്ചയിൽ JDU അന്വേഷണം ആവശ്യപ്പെട്ടു. ബാർക്കോഴയിൽ KM മാണിയെ കുടുക്കുന്നതിന് മുൻകൈയെടുത്തത് രമേശ് ചെന്നിത്തലയാണെന്ന് മാണി വിഭാഗം മുഖപത്രം പ്രതിച്ഛായ വിമർശിച്ചിരുന്നു. രമേശിന്റെ വസതിയിലായിരുന്നു UDF യോഗം. പ്രതിഷേധം പ്രകടമാക്കി മാണി വിഭാഗം നേതാക്കളാരും യോഗത്തിനെത്തിയില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഫോണിൽ വിളിച്ചെങ്കിലും മാണി സംസാരിച്ചില്ലെന്നാണ് വിവരം. പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുടെ ഫോണിൽ KM മാണി കുഞ്ഞാലിക്കുട്ടിയുമായും ഉമ്മൻചാണ്ടിയുമായും സംസാരിച്ചു. രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കാൻ വിസമ്മതിച്ചു. മാണി ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നുവെന്ന് PP തങ്കച്ചൻ. വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കാരണം ഇന്നത്തെ സബ്ജക്ട് കമ്മിറ്റിയിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഈ നേതാക്കളുടെ യോഗത്തിലും കക്ഷി നേതാക്കളുടെ യോഗത്തിലും പങ്കെടുക്കാൻ കഴിയാതെ വന്നു എന്ന് അദ്ദേഹം അറിയിച്ചു. വരുന്ന മാസം 6-നും 7-നും ചേരുന്ന കേരള കോൺഗ്രസ് നേതൃക്യാമ്പ് വരെ അനുനയ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന കടുത്ത നിലപാടും KM മാണി സ്വീകരിച്ചതായി സൂചനയുണ്ട്. നേമത്തെ വോട്ട് ചോർച്ചയിൽ പരിശോധന വേണമെന്ന് JDU ആവശ്യപ്പെട്ടു. ആതിരപ്പള്ളി പദ്ധതിക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് രമേശ് ചെന്നിത്തല യോഗത്തിൽ വച്ചു. 4-ന് ചേരുന്ന UDF യോഗം ഇക്കാര്യം പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ CBIക്ക് തിരിച്ചടി. സലിംരാജ് ഉൾപ്പെടെ 22 പ്രതികളെ ഒഴിവാക്കി CBI സമർപ്പിച്ച കുറ്റപത്രം കോടതി തിരിച്ചയച്ചു. പുതിയ കുറ്റപത്രം സമർപ്പിക്കാനും തിരുവനന്തപുരം പ്രത്യേക CBI കോടതി ജഡ്ജി ഉത്തരവിട്ടു. 22 പ്രതികളെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമല്ലെന്നും കോടതി വിമർശിച്ചു. ഈ മാസം 21-നാണ് CBI കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുറ്റപത്രം തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയിൽ സമർപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ സലീംരാജ്, ഭാര്യ ഷംഷാദ് ഉൾപ്പെടെ 22 പേരെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിയായിരുന്നു കുറ്റപത്രം. ഈ കുറ്റപത്രമാണ് CBIക്ക് കനത്ത തിരിച്ചടി നൽകി ജഡ്ജി PV ബാലകൃഷ്ണൻ തിരിച്ചയച്ചത്. 2014-ൽ CBI FIR രജിസ്റ്റർ ചെയ്ത കേസിൽ 27 പ്രതികളാണുണ്ടായിരുന്നത്. എന്നാൽ സലീംരാജും ഭാര്യയും ഉൾപ്പെടെ 22 പേരെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന് CBIയുടെ കുറ്റപത്രത്തിൽ വ്യക്തമല്ലെന്ന് പ്രത്യേക CBI കോടതി ജഡ്ജി വിമർശിച്ചു. ഇത് സപ്ലിമെന്ററി കുറ്റപത്രമാണെന്നോ കൂടുതൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നോ പറയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുറ്റപത്രം കോടതി തിരിച്ചയച്ചത്. പുതിയ കുറ്റപത്രം സമർപ്പിക്കാനും 23-ന് തുറന്ന കോടതിയിൽ ജഡ്ജി PV ബാലകൃഷ്ണൻ CBIയോട് ഉത്തരവിട്ടു. 2014-ൽ CBI FIR രജിസ്റ്റർ ചെയ്ത കേസിൽ 2015-ലാണ് സലീംരാജിനെ അറസ്റ്റ് ചെയ്തത്. 15.88 ഏക്കർ ഭൂമിയുടെ തിരിമറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് 2008-ലാണ് പുറംലോകമറിയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ CBI ഫയൽ ചെയ്ത കുറ്റപത്രം തിരിച്ചയച്ചുകൊണ്ടുള്ള CBI പ്രത്യേക കോടതി ഉത്തരവ് CBI കേരള ഘടകത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് VS അച്യുതാനന്ദൻ. CBI ഫയൽ ചെയ്ത FIR-ൽ സലിംരാജും ഭാര്യയും ഉൾപ്പെടെ 27 പ്രതികൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്വേഷണത്തിനൊടുവിൽ സലിംരാജിനെയും ഭാര്യയും ഉൾപ്പെടെ പ്രധാന പ്രതികളെ ഒഴിവാക്കിക്കൊണ്ടാണ് CBI കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഇതിൽ ദുരൂഹതയുണ്ടെന്നും VS പ്രസ്താവനയിൽ പറഞ്ഞു. പാലക്കാട് കൂറ്റനാട് വെച്ച് യുവ എഴുത്തുകാരനെ ഒരു സംഘം മർദ്ദിച്ചു. പെരുമ്പിലാവ് സ്വദേശി P ജിംഷാറിനാണ് മർദ്ദനമേറ്റത്. പുറത്തിറങ്ങാനുള്ള നോവലിന് പടച്ചോന്റെ ചിത്രപ്രദർശനം എന്ന പേരിട്ടതാണ് പ്രകോപനത്തിന് കാരണം. സംഭവത്തിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് കൂറ്റനാട് വെച്ച് യുവ എഴുത്തുകാരൻ P ജിംഷാറിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിച്ചത്. 10:30-യോടെ 4 പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ജിംഷാർ പോലീസിന് മൊഴി നൽകി. പടച്ചോന്റെ പേരിൽ പുസ്തകം എഴുതാമോ എന്ന് ആക്രോശിച്ചായിരുന്നു മർദ്ദനം.
പെരുമ്പിലാവ് സ്വദേശിയായ ജിംഷാർ കൂറ്റനാടുള്ള ഉമ്മയുടെ വീട്ടിൽ നിന്ന് മടങ്ങും വഴിയായിരുന്നു മർദ്ദനമേറ്റത്. നട്ടലിന് പരിക്കേറ്റ ജിംഷാർ കൂറ്റനാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത് പടച്ചോന്റെ ചിത്ര പ്രദർശനം എന്നുള്ള ഒരു കഥാസമാഹാരം DC അടുത്ത മാസം 5-ാം തീയതി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാധനം ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ കവർ പിക്കായ സമയത്ത് നാട്ടിലൊരു പയ്യൻ പിന്നെ വളരെ മോശമായ രീതിയിൽ വാട്സപ്പിൽ സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും നീ നാട്ടിലെത്തിയാൽ നിന്നെ കാണിച്ചു തരാമെന്നുള്ളൊരു ത്രെറ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ന്യായമായിട്ട് സംശയിക്കുന്നത് ഈ പയ്യനെയും കൂനമുച്ചി പ്രദേശത്തെ SDPI അല്ലെങ്കിൽ അങ്ങനെയുള്ള തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനയിലെ ചെറുപ്പക്കാരെയാണ്. ഈ ഇഷ്യൂ ന്യായമായിട്ടും എനിക്കിപ്പോൾ സംശയമുള്ളത്. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജിംഷാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പുതിയ നോവലായ പടച്ചോന്റെ ചിത്രപ്രദർശനം അടുത്ത മാസം 5-ന് പുറത്തിറങ്ങാനിരിക്കെയാണ് ജിംഷാറിന് നേരെ ആക്രമണമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോടിയേരി ബാലകൃഷ്ണന്റെ കഴിഞ്ഞ ദിവസത്തെ പയ്യന്നൂരിലെ പ്രസംഗം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് VM സുധീരൻ. കോടിയേരിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പരസ്യമായി നിയമലംഘനം നടത്തി അണികളെ അക്രമത്തിന് പ്രേരിപ്പിച്ച കോടിയേരിക്കെതിരെ നിയമം അനുശാസിക്കുന്ന നടപടി സ്വീകരിക്കണം. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കണം. കോടിയേരി ബാലകൃഷ്ണന്റെ പയ്യന്നൂരിലെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കും. സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നെന്നും കോടിയേരിയുടെ പ്രസ്താവന സർക്കാരിനെതിരായ കുറ്റപത്രമാണെന്നും കുമ്മനം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരു വലിയ കലാപത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് അണികളെ പ്രേരിപ്പിച്ച കോടിയേരി ബാലകൃഷ്ണനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിയമവിരുദ്ധമായ പ്രസംഗത്തിന്മേൽ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണം. നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച ഒന്നാകെ തന്നെ തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സർക്കാർ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അക്രമത്തിന് ആഹ്വാനം ചെയ്തെന്ന പ്രചാരണം തെറ്റെന്ന് P. ജയരാജൻ. അക്രമം നടത്തുന്ന RSSുകാർക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാണ് കോടിയേരി പറഞ്ഞതെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി. അല്ല, സഖാവ് കോടിയേരി ഒരു അക്രമത്തിനും ആഹ്വാനം ചെയ്തിട്ടില്ല. ആക്രമിക്കാൻ വന്നവർ ആക്രമം നടത്തി വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്ന അനുഭവം ഉണ്ടാവരുത്. ആക്രമം നടത്താൻ പിന്നീട് തോന്നാതിരിക്കത്തക്ക നിലയിൽ ജനങ്ങളുടെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അക്രമത്തിന് ആരും പ്രേരണ നൽകിയിട്ടില്ല. സഖാവ് കോടിയേരിയുടെ പ്രസംഗം RSS നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നുള്ള സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉള്ളത്. സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് കായിക പരിശീലനം കൂടി നൽകണമെന്നാണ് CPIMന്റെ നിലപാടെന്ന് മന്ത്രി KK ശൈലജ. അത് ആരെയും ആക്രമിക്കാനല്ല, പ്രതിരോധമുണ്ടാക്കാനാണ്. CPIM സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ തെറ്റില്ലെന്നും ശൈലജ ടീച്ചർ മലപ്പുറത്ത് പറഞ്ഞു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് മറുപടി പറയാൻ ഞാൻ അല്ലെങ്കിൽ അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ കോടിയേരി എന്താ പറഞ്ഞതെന്നുള്ളത് അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല പത്രത്തിലൊന്നും. കോടിയേരിയായിട്ട് ഞാൻ നേരിട്ട് ഇന്നലെ മുതൽ കണ്ടിട്ടുമില്ല. അപ്പോൾ പിന്നെ ഈ ചോദ്യത്തിന് ഞാനങ്ങനെ ഉത്തരം പറയും. കായികമായിട്ട് CPM എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകൾക്കെതിരെ ധാരാളം അതിക്രമങ്ങൾ വരുന്നൊരു സമൂഹത്തിൽ മാനസികമായും കായികമായും സ്ത്രീകൾ കരുത്താർജിക്കണമെന്ന് CPM എപ്പോഴും പറയും. അത് ആരെയെങ്കിലും കരുതി കൂട്ടി ആക്രമിക്കാനല്ല, നല്ല പ്രതിരോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അത് ആ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ തെറ്റ്? IS റിക്രൂട്ട്മെന്റ് കേസിൽ പിടിയിലായ അർഷിദ് ഖുറേഷിയെയും സുഹൃത്ത് റിസ്വാൻ ഖാനെയും 14 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. എറണാകുളം ജില്ലാ കോടതിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികൾക്ക് IS ബന്ധം സ്ഥിരീകരിക്കത്തക്ക തെളിവുകൾ ലഭ്യമായിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. അതേസമയം മാധ്യമങ്ങൾക്ക് കോടതിയിൽ വിലക്കേർപ്പെടുത്തി. പോലീസ് കമ്മീഷണർ MP ദിനേശനാണ് മാധ്യമപ്രവർത്തകരെ വിലക്കിയത്. സർക്കാർ അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് പോലീസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 1 മുതൽ 7 വരെ CPIM ബംഗാൾ ഐക്യദാർഢ്യ വാരം ആചരിക്കും. CPIM പ്രവർത്തകർക്ക് നേരെയും പ്രതിപക്ഷ പാർട്ടികളിലെ പ്രവർത്തകർക്ക് നേരെയും നടക്കുന്ന ക്രൂരമായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചും പശ്ചിമ ബംഗാളിലെ സഖാക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് ഇത്. ഐക്യദാർഢ്യ വാരാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലുമാണ് ഐക്യദാർഢ്യം. തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് 2-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐക്യദാർഢ്യ വാരാചരണം ഉദ്ഘാടനം ചെയ്യും. ദില്ലിയിൽ 14 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം ആസിഡ് കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ പോലീസിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു.
മാനഭംഗശേഷം ആസിഡ് കുടിപ്പിച്ചതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ മരിച്ചത്. ഇക്കഴിഞ്ഞ ഡിസംബറിലും മെയിലുമായാണ് 14 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയെ ഒരേ പ്രതി തന്നെ പീഡിപ്പിച്ചതിനു ശേഷം ആസിഡ് കുടിപ്പിച്ചത്. തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചു. പ്രതിക്കെതിരെ മാതാപിതാക്കൾ പലതവണ പരാതി നൽകിയിട്ടും ഇതുവരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. ഡിസംബറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ കേസ് കോടതി പരിഗണിക്കാനിരിക്കുന്നതിന്റെ തലേദിവസമാണ് പെൺകുട്ടിയെ വീണ്ടും പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. തുടർന്ന് ആസിഡ് കുടിപ്പിക്കുകയായിരുന്നു. ആന്തരികാവയവങ്ങൾ പൂർണ്ണമായി പൊള്ളിപ്പോയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു പെൺകുട്ടി. പ്രതിയെ ഇതുവരെ പിടികൂടാത്ത പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ പോലീസിന് നോട്ടീസ് അയച്ചു. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പെൺകുട്ടി പ്രതിക്കൊപ്പം ഇറങ്ങിപ്പോയതെന്ന് നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ടെന്നും ഇക്കാരണത്താലാണ് തുടർ നടപടി സ്വീകരിക്കാത്തതെന്നുമാണ് പോലീസ് വിശദീകരണം. നിർഭയയ്ക്ക് പിന്നാലെ 14 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ദാരുണ മരണവും രാജ്യതലസ്ഥാനത്തെ നടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ ബോളിവുഡ് നടൻ സൽമാൻ ഖാനെ രാജസ്ഥാൻ ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷൻ വാദങ്ങൾ പൂർണ്ണമായി തള്ളിയാണ് സൽമാനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. സംശയത്തിന്റെ ആനുകൂല്യം സൽമാന് നിലനിൽക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത് ഹൈക്കോടതി റദ്ദാക്കിയത്. അപൂർവ ഇനം ജനസിൽപ്പെട്ട സംരക്ഷണ മൃഗമായ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ട് 2 ശിക്ഷാവിധികളാണ് വിചാരണ കോടതി സൽമാനെതിരെ വിധിച്ചിരുന്നത്. കൃഷ്ണമൃഗത്തെ 1998 സെപ്റ്റംബർ 26 ജോധ്പൂർ അതിർത്തിയിൽ വേട്ടയാടിയതിന് 1 വർഷം ശിക്ഷയും 2 ദിവസത്തിന് ശേഷം ഗോദ ഫാമിൽ വെച്ച് കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിന് 5 വർഷം ശിക്ഷയുമാണ് വിചാരണ കോടതി സൽമാനെതിരെ വിധിച്ചത്. ഈ വിധി ചോദ്യം ചെയ്ത് സൽമാൻ നൽകിയ അപ്പീലാണ് രാജസ്ഥാൻ ഹൈക്കോടതി അംഗീകരിച്ചത്. സംശയത്തിന്റെ ആനുകൂല്യം സൽമാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി 2 കേസുകളിലും സൽമാനെയും മറ്റ് 7 പ്രതികളെയും കുറ്റവിമുക്തരാക്കി. ലൈസൻസ് കാലാവധി തീർന്നതും ലൈസൻസ് ഇല്ലാത്തതുമായ ആയുധങ്ങൾ കൈവശം വച്ചെന്ന കുറ്റപത്രത്തിലെ കണ്ടെത്തലും കോടതി തള്ളി. സൽമാനെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. നേരത്തെയും സൽമാൻ കുറ്റക്കാരനാണെന്ന വിചാരണ കോടതി കണ്ടെത്തൽ ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. തുടർന്ന് സുപ്രീം കോടതി ഈ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് റിവിഷൻ ഹർജിയുമായി സൽമാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പഞ്ചാബിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടതാണ് രാജ്യസഭാംഗത്വം രാജിവെക്കാൻ കാരണമെന്ന് നവജോത് സിംഗ് സിദ്ധു. പഞ്ചാബിനേക്കാൾ വലുതല്ല തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെന്നും സിദ്ധു പറഞ്ഞു. എന്നാൽ ആം ആദ്മി പാർട്ടിയിൽ ചേരുന്ന കാര്യത്തിൽ മൗനം പാലിച്ചു. രാജ്യസഭാംഗം രാജിവെച്ചതിന്റെ കാരണം വിശദീകരിക്കാൻ മാധ്യമങ്ങളെ കണ്ട നവജോത് സിംഗ് സിദ്ധു BJP നേതൃത്വത്തിനെതിരെ പരോക്ഷമായി ആഞ്ഞടിച്ചു. പഞ്ചാബിൽ നിന്നും വിട്ടുനിൽക്കാൻ തന്നോട് ആവശ്യപ്പെട്ടതാണ് രാജിക്ക് കാരണമെന്ന് സിദ്ധു വ്യക്തമാക്കി. 4 തവണ തിരഞ്ഞെടുപ്പിൽ ജയിച്ച താൻ അമൃത്സർ വിടുന്നത് എങ്ങനെയാണെന്നും സിദ്ധു ചോദിച്ചു. പഞ്ചാബിനേക്കാൾ മുകളിലല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെന്നും സിദ്ധു വ്യക്തമാക്കി. दुनिया की कोई पार्टी पंजाब से ऊपर नहीं, दुनिया की कोई पार्टी पंजाब से बड़ी नहीं, फिर कोई नफा नुकसान हो उसे झेलने के लिए नवजोत सिंह सिद्धू तैयार है. മോഡി തരംഗത്തിൽ പ്രതിപക്ഷം മാത്രമല്ല താനും മുങ്ങിപ്പോയെന്ന പ്രസ്താവനയിലൂടെ അമൃത്സറിൽ സീറ്റ് നിഷേധിച്ചതിലുള്ള കടുത്ത അതൃപ്തിയും സിദ്ധു രേഖപ്പെടുത്തി. എന്നാൽ ആം ആദ്മി പാർട്ടിയിൽ ചേരുന്ന കാര്യത്തിൽ മൗനം പാലിച്ചു. ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് പഞ്ചാബിന്റെ താൽപര്യം എവിടെ സംരക്ഷിക്കപ്പെടുന്നുവോ അവിടെ താൻ ഉണ്ടാകും എന്നായിരുന്നു സിദ്ധുവിന്റെ മറുപടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചൈനയിലെ ബീജിംഗിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം. കാറിൽ നിന്നും ഇറങ്ങി വരുന്നതിനിടയിലാണ് ഇവരെ പാർക്കിലെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. പാർക്കിലെ സൈബീരിയൻ കടുവയുടെ ആക്രമണത്തിനാണ് ഇവർ ഇരയായത്. ബീജിംഗിലെ ബദലിംഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് സംഭവം നടന്നത്. ആക്രമണ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കാറിൽ നിന്നും പുറത്തിറങ്ങിയ സ്ത്രീയെ കടുവ ആക്രമിച്ച് റോഡിലൂടെ വലിച്ചഴിച്ച് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ CCTV പതിഞ്ഞത്. സ്ത്രീയുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അക്രമാസക്തനായ കടുവയുടെ മുൻപിൽ നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ആക്രമണത്തിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ടുവെങ്കിലും സ്ത്രീയെ ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചില്ല. 6000 ഏക്കർ പ്രദേശത്ത് പരന്നുകിടക്കുന്ന പാർക്കിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ പ്രവേശിപ്പിക്കാൻ അനുമതിയുണ്ടെങ്കിലും വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ അനുമതിയില്ല. ഇത് മറികടന്ന് പുറത്തിറങ്ങിയതിനെ തുടർന്നാണ് ഇവർ ആക്രമണത്തിന് ഇരയായത്. ന്യൂസ് ഡെസ്ക്.